ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രോപ്പർ ഒരു ഫുൾ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് സൺഡേ ലഞ്ചിൻ്റെ ഒരു റെസിപ്പിയാണ്. സൺഡേ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, ചില്ലി റോസ്റ്റ് എന്ന് നമുക്ക് പേര് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ കറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഓൾറെഡി ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് ബേസിക് മസാല ചേർത്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാപ്സിക്കം, 2 സവാള, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു നിറയെ ഉണ്ട് കേട്ടോ. ഇത് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ വറുത്ത പാനിലേക്ക് തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സവാളയും ക്യാപ്സിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സവാള ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും ഗ്യാസ് ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലൈറ്റ് അല്ല, ഡാർക്ക് സോയാ സോസ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ സോസിന് ഓൾറെഡി ഉപ്പുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ഉപ്പിടുക. ചിക്കൻ ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ് വറുത്തേക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോസ് അതിൽ നിന്ന് വരുന്നുണ്ടായില്ല, അപ്പോൾ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ വേറെ പൊടികളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, അതായത് ഈ ചില്ലി ചിക്കൻ മസാല അങ്ങനത്തെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ സോസിൽ മാത്രമാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. പക്ഷേ വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്കിത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെയ്യുമ്പോൾ ഗ്യാസ് ഒരിക്കലും ലോയിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാം ഒഴിക്കുക, എല്ലാം സ്റ്റിർ ഫ്രൈ ചെയ്യുക. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ചിക്കൻ ഞാൻ ഒരു ഹാഫ് ബോയിലേ ചെയ്തിട്ടുള്ളൂ, അതായത് ഹാഫ് കുക്കാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. ബാക്കി ഈ സോസിൽ കിടന്നിട്ട് ആ ചിക്കൻ വേകണം. അതുകൊണ്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ബിരിയാണിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പെട്ടെന്നാണ് ഇതിലേക്ക് മാറിയത്. അതുകൊണ്ട് ചിക്കൻ്റെ പീസ് വളരെ വലുതായിരുന്നു. ചില്ലി ചിക്കൻ മസാലയുടെ ചില്ലി ചിക്കൻ്റെ പീസല്ല ഇതിൽ ചെയ്തേക്കുന്നത്. പക്ഷേ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഗ്രേവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ സോസിൽ ചിക്കനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എരിവ് നോക്കിയിട്ട് എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് മുളകായിട്ട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ വറുത്തപ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ടാണ് ചിക്കൻ വറുത്തേക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ റൈസായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മുട്ട മാറ്റി വെച്ചിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ക്യാരറ്റും ക്യാബേജും ബീൻസും ആണ്. ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് ക്യാബേജും അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു പിടി ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കാമല്ലോ. ഫ്ലെയിമിൽ വെച്ചിട്ട് വെജിറ്റബിൾസ് കുക്ക് ചെയ്യരുത്. പിന്നെ ചിക്കനിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്, തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അത് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് റൈസിലേക്കും സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ സെല്ലറിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇളക്കാൻ എളുപ്പത്തിന് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൈസിൽ സ്പ്രിംഗ് ഓണിയനും സെലറിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, അത് ഓവർ കുക്ക് ആവേണ്ട. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ
ഡാർക്ക് സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടൈമിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഉപ്പ് ഈ ടൈമിൽ നോക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഫുൾ റെസിപ്പി നമുക്ക് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.